എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. കെ സ്മാർട്ടിൽ ഡോഗ് ലൈസൻസിന് എങ്ങനെ ഓൺലൈനായി അപേക്ഷിക്കാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. പേയ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. കെ സ്മാർട്ടുമായി ബന്ധപ്പെട്ട ഏതാണ്ട് ഒട്ടുമിക്ക വീഡിയോകളും ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. കെ സ്മാർട്ട് എന്ന പ്ലേലിസ്റ്റിൽ ഇത് ക്രമീകരിച്ചിട്ടുണ്ട്. ലിങ്ക് കൊടുത്തിരിക്കാം. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ വീഡിയോകൾ മാത്രമാണ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷമാണ് ഡോഗ് ലൈസൻസിനായിട്ട് അപേക്ഷിക്കേണ്ടത്. സിറ്റിസൺ രജിസ്ട്രേഷൻ മുഖേന നമുക്ക് ആധാർ ഉപയോഗിച്ചൊക്കെ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലോഗിൻ എടുത്ത് സിറ്റിസൺ ലോഗിൻ വഴി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ കൊടുത്ത് OTPയും കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ്. ഇതാണ് ആപ്ലിക്കൻ്റ് ഡാഷ്ബോർഡ്. ലോഗിൻ ചെയ്താലുടൻ നമുക്ക് മൈ ആപ്ലിക്കേഷൻ, നമ്മൾ നേരത്തെ കൊടുത്ത ആപ്ലിക്കേഷൻസാണ് കാണാൻ സാധിക്കുക. ഡോഗ് ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കുന്നതിന് കെ സ്മാർട്ടിൻ്റെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനും ഉപയോഗിക്കാവുന്നതാണ്. മൊബൈൽ ആപ്ലിക്കേഷനിലും സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇതുപോലെ ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് ഡോഗ് ലൈസൻസിന് അപേക്ഷിക്കാനായിട്ട് മുകളിൽ കാണുന്ന ന്യൂ ആപ്ലിക്കേഷനിൽ പ്രസ് ചെയ്യണം. തുടർന്ന് ഇടത് സൈഡിൽ കാണുന്ന ലിങ്കുകളിൽ താഴെയായിട്ട് അതേഴ്സ് എന്നൊരു ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് വരുന്ന ലിങ്കുകളിൽ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബിസിനസ് ഫെസിലിറ്റേഷൻ എന്ന് കാണാം. അതിൻ്റെ നേർക്ക് മുകളിലുള്ള പ്ലസ് ചിഹ്നത്തിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമുക്ക് അവിടെ ആപ്ലിക്കേഷൻ ഫോർ ലൈസൻസ് ഓഫ് പിഗ്സ് ഡോഗ്സ് എന്ന് കാണാൻ സാധിക്കും. ആദ്യം കാണുന്ന ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്താണ് മുന്നോട്ട് പോകേണ്ടുന്നത്. ഇങ്ങനെ എടുക്കുന്ന ലൈസൻസ് ക്യാൻസൽ ചെയ്യുവാനുള്ള ലിങ്കും ഈ ഒരു ലിങ്കിൽ തന്നെ ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ പുതിയ ഡോഗ് ലൈസൻസ് എടുക്കുന്നതിനായി ആപ്ലിക്കേഷൻ ഫോർ ലൈസൻസ് ഓഫ് പിഗ്സ്/ഡോഗ്സ് അതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് എവിടേക്കാണ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നാണ് കൊടുക്കേണ്ടത്. ആദ്യം നമ്മളുടെ ജില്ല തിരഞ്ഞെടുക്കണം. അതിനുശേഷം ലോക്കൽ ബോഡി എന്നുള്ളിടത്ത് നമുക്ക് മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നാൽ കോർപ്പറേഷൻ തന്നെയാണ്. അതേപോലെ ഗ്രാമപഞ്ചായത്ത്, മറ്റ് ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇത് മൂന്നും പ്രധാനമായിട്ട് ശ്രദ്ധിച്ചാൽ മതിയാകും. ഇവിടെ ഞാൻ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ്. ഇതിലേത് തിരഞ്ഞെടുത്താലും ഇതേ പ്രോസസ്സ് തന്നെയാണ്. അതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന് മാത്രമായിട്ട് പ്രത്യേകം പ്രോസസ്സ് ഇല്ല. മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും സെയിം പ്രോസസ്സ് തന്നെയാണ്. ഞാനിവിടെ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഏത് ഗ്രാമപഞ്ചായത്താണ് നമ്മൾ ലൈസൻസ് ആവശ്യമുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണോ ആ ഗ്രാമപഞ്ചായത്ത് ഇവിടെ നിന്നും തിരഞ്ഞെടുത്ത് കൊടുത്തതിന് ശേഷം, അതല്ല മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനാണ് തിരഞ്ഞെടുത്ത് വരുന്നതെങ്കിൽ നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനാണ് തിരഞ്ഞെടുത്ത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് സക്സസ് എന്ന് കാണിക്കുന്നതും അടുത്ത പേജിലേക്ക് പോകുന്നതുമാണ്. ഇവിടെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുള്ളത് അപ്ലൈഡ് ഫോർ അതേഴ്സ് എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് വന്ന ആളിൻ്റെ പേരിലുള്ള മൊബൈൽ നമ്പരും പേരും ആധാർ നമ്പരും ഒക്കെയാണ് കിടക്കുന്നത്. ഇവിടെ നമ്മൾ അപ്ലൈഡ് ഫോർ അതേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരാൾക്ക് അപേക്ഷ കൊടുക്കുന്നതായിട്ട് വരികയാണ്. ഫ്രഷായിട്ട് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസൊക്കെ കൊടുക്കേണ്ടി വരും. അതായത് ഒരു രജിസ്ട്രേഷൻ ഉപയോഗിച്ച് ഒന്നിലധികം അപേക്ഷ കൊടുക്കാമെന്നത് ഇന്ന് മനസ്സിലാക്കാം. ഫ്രഷായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ അതേഴ്സിൽ ടിക്ക് മാർക്ക് കൊടുക്കണം. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക് ഫെച്ച് ചെയ്ത് വന്നതൊക്കെ അപ്രത്യക്ഷമാകും. അതിനുശേഷം നമ്മൾ പേരും അതേപോലെ തന്നെ മൊബൈൽ നമ്പരും ഇതിൻ്റെ ചിലതൊക്കെ മലയാളത്തിൽ കൊടുക്കാൻ പറയുന്നുണ്ട്. പക്ഷേ അത് കമ്പൽസറി ആയിട്ട് കൊടുക്കണമെന്ന് കാണിക്കുന്നില്ല. ആവശ്യമുള്ളവർക്ക് മലയാളത്തിൽ കൊടുക്കാവുന്നതാണ്. പിന്നെ സ്റ്റേറ്റും ലോക്കൽ ബോഡിയും അതേപോലെ ഡോർ നമ്പർ, വീട്ടു നമ്പർ കമ്പൽസറിയാണ്. വീട്ടു നമ്പരും പോസ്റ്റ് ഓഫീസും പിൻകോഡും ഒക്കെ നമ്മൾ കൊടുത്ത് പോകണം. മുകളിൽ ടിക്ക് മാർക്ക് വരുത്തിയില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത ആൾ തന്നെ അപേക്ഷിക്കുന്നതായിട്ട് വരും. കുറേ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ഇവിടേക്ക് ഫെച്ചായി വരികയും ചെയ്യും. മലയാളത്തിൽ കൊടുക്കണമെന്ന് നിർബന്ധമുള്ളവർ ഗൂഗിൾ എടുത്ത ശേഷം ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ലഭിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അവിടെ മലയാളത്തിലേക്ക് അത് കൺവേർട്ടായി വരും. ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. പക്ഷേ നിർബന്ധമായിട്ട് കൊടുക്കണമെന്ന് കാണുന്നില്ല. അങ്ങനെ ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. തുടർന്ന് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് എന്ന് കാണിക്കുന്നതും ജനറൽ ഡീറ്റെയിൽസ്, ആപ്ലിക്കൻ്റിൻ്റെ ജനറൽ ഡീറ്റെയിൽസാണ് പിന്നീട് കൊടുക്കേണ്ടുന്നത്. ജെൻഡർ, അതേപോലെ കാറ്റഗറി, ജനറൽ, OBC, SC, ST ഏതാണെന്ന് വെച്ചാൽ കൊടുക്കണം. അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് APL ആണോ BPL ആണോ എന്നത് കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആനുവൽ ഇൻകം കൊടുക്കാവുന്നതാണ്. ഇതൊന്നും കമ്പൽസറി ആയിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ ബാങ്ക് ടൈപ്പ് എന്നുള്ളിടത്ത് ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് അത് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടുന്നിടത്ത് ബാങ്ക് നമ്മൾ തിരഞ്ഞെടുത്ത് ആ ബ്രാഞ്ചും കൊടുത്തു കഴിഞ്ഞാൽ IFSC കോഡ് അവിടെ വരുന്നതാണ്. ഓട്ടോമാറ്റിക് ഫെച്ച് ചെയ്ത് വരുന്നതാണ്. അതിനുശേഷം അക്കൗണ്ട് നമ്പരും കൊടുത്ത് അതേപോലെ ആപ്ലിക്കൻറ്റിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ കൊടുത്ത് നമുക്ക് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് ഡോർ നമ്പർ കൊടുക്കാൻ
കാണിക്കുന്നുണ്ട്. നേരത്തെ കൊടുത്തില്ലായിരുന്നു. ഡോർ നമ്പർ കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ടതാണ്. സബ് നമ്പർ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. താഴെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ചോദിക്കുന്നുണ്ട്. അതൊന്നും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതിനുശേഷം പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് പ്രധാനപ്പെട്ട പേജ്. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പേജാണ്. ഇവിടെ 5 MB താഴെയുള്ള PDF ഫോർമാറ്റിലുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടുന്നത്. ഈ എല്ലാ ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ആദ്യത്തേത് ആനിമൽ ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻ്റ് ആണ്. ഇതിൽ ഡോഗിൻ്റെ ബ്രീഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ പെഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ വാലിഡ് ഫ്രമും വാലിഡ് അപ് ടു തൊട്ട് എന്നുവരെ അതിൻ്റെ വാലിഡിറ്റി ഉണ്ടെന്ന് കലണ്ടർ ചൂസ് ചെയ്ത് അതും രേഖപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം ആ ഡോക്യുമെൻറ്റ് അവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതുപോലെ തന്നെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, അംഗീകൃത വെറ്ററിനറി ഡോക്ടർ നൽകുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റാണ് ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനെയും വാലിഡ് ഫ്രമും ടൂവും കൊടുക്കേണ്ടതുകൊണ്ട് അതിനുശേഷം അതിൻ്റെ ഡോക്യുമെൻറ്റ് ആ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ടെംപ്ലേറ്റാണ്. അതിനോട് ചേർന്ന് നമുക്ക് എക്സൽ ഫോമിലേക്ക് പോകുവാനുള്ളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ എക്സൽ ഫോമിൽ ഡൗൺലോഡായി വരും. എന്നിട്ടത് ഓപ്പൺ ചെയ്യണം. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ഫോമിൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കേണ്ടതുണ്ട്. വളർത്തുനായ്ക്കും പന്നിക്കുമുള്ള ആപ്ലിക്കേഷൻ ഫോം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് മൈക്രോ ചിപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ കൊടുക്കണം. അതേപോലെ ഇനം, നിറം, പ്രായം, മെയിൽ, ഫീമെയിൽ തുടങ്ങിയവയൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ വാക്സിനേഷൻ സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസും അവിടെ ഫില്ല് ചെയ്ത് കൊടുത്ത് താഴെ ഉടമ ഒപ്പിട്ട് അതിനുശേഷം ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് നമുക്ക് സ്കാൻ ചെയ്ത് PDF ആക്കി അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടുന്നത്. മൊബൈൽ സ്കാനറൊക്കെ ആപ്പ് കിട്ടുമല്ലോ, അതുപയോഗിച്ച് സ്കാൻ ചെയ്ത് PDF ആക്കി അപ്ലോഡ് ചെയ്ത് കൊടുത്താലും മതിയാകും. പക്ഷേ എക്സൽ ഇവിടെ ഇതുപോലെ സേവ് ചെയ്തിട്ട് നമുക്കിവിടേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. താഴെയായിട്ട് അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളൊരു ലിങ്ക് കൂടിയുണ്ട്. ആ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് കൊടുക്കാതെയും ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാനിവിടെ മറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ വന്ന് പ്രൊസീഡ് ആൻഡ് പ്രിവ്യൂ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് നമ്മൾ ഇതുവരെ കൊടുത്തതിൻ്റെ ഒരു പ്രിവ്യൂ കാണിക്കുന്നതാണ്. ഇവിടെയും എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. താഴെ വന്ന് വീണ്ടും നമുക്ക് അവിടെ ഡിക്ലറേഷൻ എന്നൊരു ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം അവിടെ കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി പ്രൊസീഡ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം ഒരു OTP വെരിഫിക്കേഷൻ കൂടിയുണ്ട്. നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ അവിടെ കാണിക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് സെൻഡിൽ പ്രസ് ചെയ്താൽ ആ മൊബൈലിലേക്ക് ഒരു OTP വരികയും ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈയിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ വെരിഫൈ ആകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. വെരിഫിക്കേഷൻ പോപ്പപ്പ് വിൻഡോയിൽ ഓക്കെ കൊടുത്തതിന് ശേഷം താഴെ വന്ന് അവിടെ ഒരു സബ്മിറ്റ് ബട്ടൺ ഉണ്ട്. ആ സബ്മിറ്റിൽ പ്രസ് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് അവസാനിക്കുന്നതാണ്. ഇവിടെ നിന്നും നമുക്ക് മോർ ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്ത് നമുക്കതിൻ്റെ പ്രിൻ്റ് എടുക്കാനും റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ക്ലോസ് ചെയ്തതിന് ശേഷം ആപ്ലിക്കൻ്റ് ഡാഷ്ബോർഡിൽ വന്ന് മൈ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ വീണ്ടും താഴെ വന്ന് നമ്മൾ അതേഴ്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈഡ് എന്ന് കാണിക്കുന്നതും കാണാം. ഇവിടെ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യുവാനും അതിൻ്റെ സ്റ്റാറ്റസ് അറിയുവാനും ഒക്കെയുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട്. ആപ്ലിക്കേഷൻ റിട്ടേൺ വന്നെങ്കിൽ മാത്രമേ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകൂ. അതിൻ്റെ റിട്ടേൺ വരാനുള്ള റീസണും അപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ടാകും. ഇവിടെ നമുക്കിനി അറിയേണ്ടുന്നത്, ഇവിടെ നമുക്കൊരു പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ ഇതുവരെ കാണിച്ചില്ല. സാധാരണ നമ്മൾ നേരത്തെയൊക്കെ അപേക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ 15 രൂപയൊക്കെ പേയ്മെൻറ്റ് നടത്തേണ്ടതുണ്ടായിരുന്നു. ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇത് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തതിന് ശേഷം ഇതിനൊരു ഡിമാൻഡ് നമ്പർ തയ്യാറാക്കും. ആ ഡിമാൻഡ് നമ്പർ നമ്മളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് മെസ്സേജായിട്ട് വരികയും ഇവിടെ തന്നെ നോട്ടിഫിക്കേഷനിൽ നോക്കിയാൽ അത് വന്നിട്ടുണ്ടാകും ഇൻബോക്സിൽ. അങ്ങനെ അവിടെ നിന്നെടുത്ത് നമുക്ക് പേയ്മെൻറ്റ് നടത്താം. അതല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത മൊബൈലിലേക്ക് SMS ആയിട്ട് വരുന്നതാണ്. ആ SMS ലിങ്ക് ഉണ്ടാകും. ആ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് നടത്താം. അതുമല്ലെങ്കിൽ ഹോം പേജിൽ തന്നെ നമുക്ക് ഡിമാൻഡ് ക്വിക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഡിമാൻഡ് നമ്പർ കൊടുത്ത് ഇവിടെ പേയ്മെൻറ്റ് നടത്താനുള്ള സൗകര്യമുണ്ട്. അങ്ങനെയും പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ പേയ്മെൻറ്റ് നടത്തിയാൽ ഉടൻ തന്നെ നമുക്ക് ഇവിടെ വന്ന് സാധാരണ ലൈസൻസ് റിന്യൂ ചെയ്യുമ്പോഴൊക്കെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് പോലെ ഇവിടെ ഡൗൺലോഡിൻ്റെ സിമ്പലിൽ പ്രസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.